ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങളിന്ന് ഇവിടെ ഉള്ളത് ഞങ്ങളുടെ നാടായ കൊണ്ടോട്ടി തന്നെയാണ്. ഇതിപ്പോൾ കാണുന്നതൊക്കെ കൊണ്ടോട്ടി മേലങ്ങാടി റൂട്ടിലാട്ടോ. മേലങ്ങാടിയിലാണ്. അതൊക്കെ നല്ല വെള്ളമുണ്ട്. മേലെ ഞാൻ മുതൽ പെയ്യണ മഴയല്ലേ, അത്യാവശ്യം നല്ല വെള്ളമാണ് ഇവിടെയൊക്കെ. ഞാൻ കൊണ്ടോട്ടി അങ്ങോട്ട് ഞാൻ സെൻട്രൽ ഏരിയ ഉണ്ടല്ലോ, നമ്മൾ റൗണ്ട് പോട്ട് ആ ഏരിയക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഏരിയയിൽ കുറച്ചൊരു കുറവുണ്ട്. പക്ഷേ കോഴിക്കോട് പാലക്കാട് റോഡ് ഉണ്ടല്ലോ, അവിടെയൊക്കെ നല്ല വെള്ളമാണ്. അപ്പം അങ്ങോട്ടാണ് പോയോണ്ടിരിക്കണത് ഞാൻ. ഇവിടെ ഉണ്ട് കുറച്ചൊരു വെള്ളമില്ലാത്തൊരു ഏരിയ കേട്ടോ. ഒക്കെ കുറേ ഒഴിഞ്ഞു പോയതാണ്. ഇതിലേറെ ഉണ്ടായിരുന്നു വെള്ളം കാര്യങ്ങളൊക്കെ. പക്ഷെ ഇവിടുന്ന് കൂടുതലായിട്ട് അങ്ങോട്ട് ഒഴുകിപ്പോയുണ്ട്. ഇപ്പോൾ ബാക്കിൽ കണ്ടൊരു ഏരിയ അല്ലേ, അതിലും ആ തോട് വഴിക്കും നല്ല പോകുന്നുണ്ട്. പിന്നെ ഈ ബസ് സ്റ്റാൻഡ് ഇടത് വശത്തൊക്കെ ബസ് സ്റ്റാൻഡ് ബാക്ക് സൈഡിലൊക്കെ അവിടെ ഒരു പാടം പോലൊരു ഏരിയ ഉണ്ട്. അവിടെയൊക്കെ കംപ്ലീറ്റ് ഫുള്ള് വെള്ളമാണ്. ഇതിപ്പോൾ സെൻറ്ററിൽ ആ റൗണ്ട് ഉണ്ടല്ലോ, കൊണ്ടോട്ടി സെൻറ്റർ, അതിൻ്റെ അടുത്ത് ഞാൻ എത്താനായിട്ടുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ നല്ല ഒലിവാണ്. ഇപ്പോൾ മലപ്പുറം ഭാഗത്ത് നിന്ന് നേരെ ഇങ്ങോട്ട് ഒലിച്ച് വരികയാണ് വെള്ളം. കണ്ടാൽ തന്നെ ഒരു എന്താ പറയുക, നല്ല ശക്തമായിട്ടാണ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ നടക്കാൻ തന്നെ ഞാൻ ഇപ്പോൾ ഇടത്തിയിട്ട് നടന്നു പോകാൻ തന്നെ നല്ല ഭയങ്കര ഗതിയുണ്ട് അറിയില്ലേ, ഭയങ്കര ശക്തമായിട്ടാണല്ലോ. അപ്പോൾ അവിടുന്ന് എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് നോക്കിയാൽ കാണില്ല. അങ്ങോട്ട് മലപ്പുറം ഭാഗത്തേക്ക് മലപ്പുറം റോഡുണ്ടല്ലോ, അങ്ങോട്ടുള്ള ഏരിയ ഒന്ന് കംപ്ലീറ്റ് വെള്ളമാണ്. കടകളിലൊക്കെ ഫുള്ള് വെള്ളം കയറി. ആ പോലീസ് സ്റ്റേഷൻ റോഡുണ്ടല്ലോ മേലേക്കുള്ള, ആ റോഡിൽ നിന്നൊക്കെ ഒന്നായിട്ട് ഇങ്ങോട്ട് കുത്തി ഒലിച്ച് വരികയാണ് വെള്ളം. ഇപ്പം നേരെ അതാ കോഴിക്കോട് റോട്ടിലേക്ക് നേരെ ഒഴുകി പോവാണ്. ഇത് ഇന്ന് കുറച്ച് ശമനം ഉള്ളതുകൊണ്ട്, മഴ നല്ല ശമനം ഉള്ളതുകൊണ്ട് എന്താ പറയുക, കുറച്ചൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. ഇന്ന് മിക്കവാറും ഇങ്ങനെ മഴ ഇല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം പെട്ടെന്ന് വെള്ളം ഇതായിപ്പോവും. ഇവിടെ ഈ കുബ്ബപ്പള്ളീൻ്റെ അടുത്ത് കൂടെ ഞങ്ങളിങ്ങോട്ട് വന്നത്. അത് ഈ ഏരിയയിൽ ഇവിടെ ഈ വലത്തെ സൈഡിലാണ് ഇവിടെ പള്ളി ഉള്ളത്. ഇവിടെ ഈ മേലങ്ങാടി ഇവിടെ പള്ളി ഉണ്ടല്ലോ, ആ പള്ളിയൊക്കെ കംപ്ലീറ്റ് വെള്ളമാണ്. ഞാൻ കാണിച്ചു തരാം. ആ പള്ളിയിലാണ്, പള്ളി ഹൗളിൻ്റെ ഒക്കെ ഏരിയയാണത്. അതൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ തൊട്ടായിട്ടാണ് ഇവിടെ തോടുണ്ട്. ആ തോട് നന്നായിട്ട് കുത്തി ഒലിച്ച് വരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഇവർ രണ്ടാളുമുണ്ട്, ആസിയുണ്ട്, സഫിയുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ടോട്ടേക്ക് നന്നായിട്ട് വെള്ളം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒപ്പം പോകുന്നതാണ്. ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് കരുതി. കൈവിട്ട് പോയാൽ പോക്കായിരുന്നു. അപ്പം അങ്ങോട്ട് പോകണില്ല, ഭയങ്കര ഒഴുക്കും കാര്യങ്ങളൊക്കെയാണ്, പേടിയാണ്. വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കളി വരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഇത് കണ്ടാണ്ട് സന്തോഷിക്കാനുള്ളൊരു ഇതല്ലല്ലോ. അത് പോകണ്ട കേട്ടോ, അത് പോരെ, അത് പോകാൻ കഴിയില്ല. ഇതിപ്പോൾ എവിടെ വെച്ചാൽ ഇത് എയർപോർട്ടിൽ നിന്ന് വരുന്ന റൂട്ടാട്ടോ. ഞങ്ങൾ എയർപോർട്ട് പോയിക്കിങ്ങനെ വല്ല മേലങ്ങാടി മേലക്കൂടെ കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ റോഡിന് നേരെ വന്നാൽ ആ ഭാഗത്തൊക്കെ നല്ല വെള്ളമാണ് കേട്ടോ. ഇപ്പോൾ ആളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല, ഇത് എയർപോർട്ട് ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ടുള്ള ആ ഒരു ഏരിയയാണ്. ഇവിടെ ഒരു സമ്മേളനമൊക്കെ നടന്നിരുന്നല്ലോ, പിന്നെ എന്തൊക്കെയോ എക്സിബിഷൻ പോലെ എന്തൊക്കെയോ പരിപാടികളൊക്കെ, ആ ഒരു ഏരിയയാണിത്. ഇവിടെ കൊണ്ടോട്ടി തുറക്കുന്ന ഒരു റോഡാണ്. ആ റോഡ് അവിടെയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്, അതൊന്നും വണ്ടി പോവില്ല. ഫുള്ള് മുട്ടോളല്ല, ഇതിലേറെ വെള്ളമുണ്ട് ഇവിടെയൊക്കെ, ഫുള്ള് വെള്ളമാണ്. ഇതൊക്കെ ഒന്ന് വെയിൽ കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രം ഇനി ഒന്ന് താന്ന് പോവുകയുള്ളൂ, അല്ലെങ്കിൽ ഒഴുകി പോവുകയുള്ളൂ.
അപ്പം പെട്ടെന്നൊന്ന് വീകി പോട്ടെ. ഓവർ വെള്ളമായാലും പ്രശ്നം തന്നെ അല്ലേ. ഞങ്ങൾ എന്നിട്ട് പുളിക്കൽ ഭാഗത്തേക്ക് അങ്ങനെ ഒന്ന് പോയി നോക്കിയതാണ്. ടൗൺ എത്തുന്നതിന് മുമ്പായിട്ടാണ്. ടൗണിൽ നിന്ന് തന്നെ പറയാം, അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് വെള്ളം. ഇവിടെയൊക്കെ കൂടുതൽ താന്ന് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞു. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു എന്നാ ഈ ഏരിയയിലൊക്കെ. ഇവിടെ ചെറിയ പാടം പോലുള്ള ഏരിയകളൊക്കെയാണ്, അതൊക്കെ വെള്ളമാണ്. അതുപോലെ തന്നെ ഓരോ വീട്ടിലേക്കൊക്കെ ഇവിടെ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ചെറിയ ചെറിയ ഓരോരോ ഏരിയയിലൊക്കെ, കൂടുതലല്ലെങ്കിലും കാറും ജീപ്പും ബസ്സും ലോറി എല്ലാം വെള്ളത്തിലിങ്ങനെ കിടക്കണുണ്ട്. ഞങ്ങളെ സുഹൃത്തിൻ്റെ വീടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ഒക്കെ ഫ്രണ്ടിലും ഇവിടെയൊക്കെ എല്ലാം വെള്ളം കയറി എന്നൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. ഞങ്ങോട്ട് പോകണോ വേണ്ടേ എന്നുള്ളൊരു ഇതിലാണ്. അവിടെ നന്നായിട്ട് വെള്ളമുണ്ട്, പക്ഷെ എന്താണെന്നുള്ള അറിയില്ല. കണ്ടില്ല, അങ്ങനെ കംപ്ലീറ്റ് വെള്ളമാണ് അവിടെ. ഇതിപ്പോൾ ഇവിടെ പുളിക്കൽ അങ്ങാടി ഏകദേശം എത്തണുള്ളൂ. എത്തുമ്പോൾ തന്നെ അവിടെ സൈഡിൽ പാർക്ക് ചെയ്ത ലോറി ഏകദേശം പകുതിയില്ല, ഒരു ടയറോളം വെള്ളം. പുളിക്കൽ അങ്ങാടി ഏകദേശം എത്തിക്കൊണ്ടിരിക്കണം. അവിടെയൊക്കെ വെള്ളമാണ്, കണ്ടില്ലേ. ബൈക്കൊക്കെ പോകണ കണ്ടില്ലേ. ഇപ്പോൾ ഞങ്ങൾ സ്കൂട്ടറിലാണ് കേട്ടോ പോകുന്നത്. ഇന്നിപ്പോൾ മഴക്കൊരു ശമനം ഉള്ളതുകൊണ്ട് ഇറങ്ങിയതാണ്, അല്ലാതെ ഇറങ്ങില്ല. പിന്നെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്നു. അപ്പോൾ വാങ്ങുന്ന കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വന്ന് നോക്കിയതാണ്, എന്താണ് അവസ്ഥകൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. ഏതായാലും കൂടുതലാക്കാതെ നിൽക്കട്ടെ, പഠിച്ചുകൊണ്ടാക്കട്ടെ. ചില ഓവറായാലും പ്രശ്നമാണ്. ഓവറായി കഴിഞ്ഞാൽ നമ്മളെ 2018 പോലെ ആയി മാറും. അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും ഭയങ്കര ദുരന്തത്തിലേക്കായി മാറും. അതൊന്നുമില്ലാതെക്കട്ടെ. ഇത് ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്ന ഇതിൽ കൊണ്ടോട്ടി നേരെ ടൗണിലേക്ക് നേരെ ഒന്ന് പാസ് ചെയ്ത് നോക്കിയതാണ്. ഞങ്ങൾ നേരെ എയർപോർട്ട് റോട്ടിനായിരുന്നു വന്നതൊക്കെ. അപ്പം നേരെ ഒന്ന് ടൗണിലൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയത്. ഇവിടെ എവിടെയാണ് ഇവിടെ ഏകദേശം വെള്ളം കാര്യങ്ങളൊക്കെ എവിടെയൊക്കെ ഉള്ളത് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് ടൗൺ എത്തുന്നതിന് മുൻപുണ്ടല്ലോ പോലീസ് സ്റ്റേഷൻ റോഡ്, അതുപോലെ തന്നെ നേരെ ടൗണിലേക്കുള്ള റോഡുണ്ട്. ആ റോഡ് മുതലാണ് തുടങ്ങുന്നത് വെള്ളം. അപ്പോൾ ആ ടൗൺ ഏരിയ കൂടെ ആരും പോകുന്നില്ല. നേരെ പോലീസ് സ്റ്റേഷൻ റോഡിൻ്റെ അതിൽ നേരെ പോയിട്ട് കുറുപ്പം വഴി അങ്ങനെയാണ് പോകുന്നതാണ്. അപ്പോൾ ആംബുലൻസും കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നൊക്കെ ഉണ്ട്. എല്ലാം ആ ഭാഗത്ത് കൂടെയാണ് വരുന്നത്. ഇവിടെ നല്ല കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. എല്ലാവരും ഇതിൽ പോകുന്നവരാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ഇനി ഞങ്ങൾ അടുത്ത മഴയ്ക്ക് മുമ്പായിട്ട് വേഗം വീട്ടിലെത്തട്ടെ. ഇപ്പം മഴയൊക്കെ നല്ല കുറവുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ കൊണ്ടോട്ടിയുടെ അവസ്ഥ. കൊണ്ടോട്ടി ഭാഗങ്ങളെ ഏരിയകളെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അത് കിട്ടിയിട്ടുള്ള, കൂടുതലൊന്നും കിട്ടിയിട്ടുള്ള റോഡുമ്മലുള്ള ഭാഗങ്ങൾ മാത്രമേ ഉള്ളത്. അപ്പോൾ ഇതിൽ വരുന്നവരൊക്കെ ഇത് സൂക്ഷിക്കുക. വെള്ളം കൂടുതലുള്ളതാണ്. അപ്പോൾ കുഴിയും കുണ്ടുകളും ഉണ്ടാകും. അപകടത്തിൽ പെടാതിരിക്കുക, വെള്ളത്തിലേക്ക് കൂടുതൽ ഇറങ്ങാതിരിക്കുക. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.